പാലക്കാട് ആലത്തൂർ ഇടാംപറമ്പ് തടയണയിൽ അകപ്പെട്ട യാത്രികനെ രക്ഷിക്കുന്ന വീഡിയോ പുറത്ത്. ചുള്ളിമട സ്വദേശിയായ പൊന്നുമണിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്തുണ്ടായിരുന്നവർ കൈകോർത്ത് യാത്രികനെ രക്ഷിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ വി എസ് ചേർന്നു. ഗോകുൽ, നമ്മളൊക്കെയും ഈ രക്ഷിക്കുന്ന കാര്യം പറയുമ്പോൾ മലയാളികളെയാണ് കുറച്ച് ദിവസമായി സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നത്, മലയാളികളെ കുറിച്ചാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതിസാഹസികമായി ഇവരൊക്കെ കൈ കോർത്തു പിടിച്ച് സ്വന്തം ജീവൻ പണയം വെച്ച് ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടും അഭിമാനം തോന്നുന്നു. കാണുമ്പോൾ ശ്രമം വിജയിച്ചതിലും ഏറെ സന്തോഷം. തീർച്ചയായും ഇത് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രമാത്രം ഭീതി ഉളവാക്കുന്ന ഒരു ഒഴുക്കാണ് ആ ഗായത്രി പുഴയിൽ ഉണ്ടായതെന്ന്. ഈ പാലക്കാട് ആലത്തൂരിനടുത്തൊരു എടാംപറമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു തടയണ കെട്ടിയിട്ടുണ്ട്. അത് പ്രധാനമായും ഈ ആലത്തൂരിലെ ജലസേചന പദ്ധതികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ തടയണയുള്ളത്. മഴക്കാലത്ത് ശക്തമായ കുത്തൊഴുക്ക് ഈ ഗായത്രി പുഴയിൽ ഉണ്ടാകുന്നതോടെ ഈ തടയണയുടെ മുകളിലുള്ള ക്രോസ് റോഡ് പൂർണ്ണമായും മുങ്ങുന്ന രീതിയിൽ വെള്ളം വരും. സാധാരണ ഈ സമയങ്ങളിൽ ഇതുവഴി വാഹന ഗതാഗതം പാടില്ല, അത് അനുവദിക്കുന്നുമല്ല. പക്ഷെ ആ മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ട് പോയതാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. ചുള്ളിമട സ്വദേശിയായ പൊന്നുമണി ഈ വാഹനം, അതായത് ഒരു സ്കൂട്ടറിലൂടെ ഈ ക്രോസ് റോഡിന് മുകളിലൂടെ പോയപ്പോൾ നില തെറ്റി വീഴാൻ പോവുകയായിരുന്നു. അതിനിടയിൽ ഭാഗ്യത്തിന് വഴിയുടെ സൈഡിൽ ഒരു പില്ലർ ഉണ്ടായിരുന്നു. ആ പില്ലറിലിടിച്ച് പൊന്നുമണിയും അതോടൊപ്പം തന്നെ വാഹനവും നിന്നു. പക്ഷെ ഇത് അനങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം അത്രമാത്രം കുത്തൊഴുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രദേശത്ത് അപ്പോൾ ഒരു CIT തൊഴിലാളി കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ പശുക്കളെ മേയ്ക്കാൻ വന്ന ഒരു ശിവൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ നേതൃത്വത്തിലാണ് ആ രക്ഷാപ്രവർത്തനം മുഴുവൻ നടന്നത്. അവിടുത്തെ എല്ലാ യുവാക്കളും കൈകോർത്ത്, ആ പ്രദേശത്തുണ്ടായിരുന്നവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവിടേക്ക് എത്തി ഈ പൊന്നുമണിയെ അവിടെ നിന്ന് പുറത്തേക്ക്, ഈ ഒഴുക്കിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ആ വാഹനവും രക്ഷിക്കാൻ അവർക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും വലിയ ഒരു സന്തോഷമുണ്ട് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. കാരണം അത്രമാത്രം മലയാളികൾ എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. പക്ഷെ അത്രമാത്രം അപകടവുമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം വലിയ കുത്തൊഴുക്കാണ്. ആ കുത്തൊഴുക്കിലൊന്ന് വീണ് പോയാൽ അല്ലെങ്കിൽ നില തെറ്റിയാൽ പിന്നീട് അതായത് കരയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ വളരെ ദുഷ്കരമായുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും വലിയൊരു സ്ഥലത്താണ് ഇങ്ങനെ വന്ന് യുവാക്കൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് രക്ഷാ പ്രവർത്തനം നടത്തിയത്. അധിക നേരം സ്വാഭാവികമായിട്ടൊരു ജീവന് അവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒഴുക്കിൽപ്പെടാതെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അത് മനസ്സിലാക്കി അവരെല്ലാവരും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഗോകുൽ, അങ്ങനെ കൈ കോർത്തു പിടിച്ച് അതൊരു ബുദ്ധിപരമായ നീക്കമായിരുന്നു എന്ന് കൂടി ദൃശ്യം കാണുമ്പോൾ മനസ്സിലാവും. ശരി ഗോകുൽ.